യു.ഡി.എഫിനോട് ചായ്വുണ്ടെന്ന് പറയപ്പെടുമ്പോഴും പലകുറി ഇടത് സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച ചരിത്രം കോട്ടയത്തുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം അവസാന നിമിഷം സീറ്റ് ജനതാദളിന് നൽകുകയായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അനിശ്ചിതത്വം വലിയ തോൽവിക്കും കാരണമായി. അതുകൊണ്ടുതന്നെ ഇക്കുറി സീറ്റ് CPMന് തന്നെ വേണമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ താൽപര്യം. ശബരിമല മുഖ്യപ്രചാരണ വിഷയമാകാൻ ഇടയുള്ളതിനാൽ NSSന് കൂടി സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനാകും CPM ശ്രമിക്കുക. അങ്ങനെ വന്നാൽ പലതവണ ജയിച്ച സുരേഷ് കുറുപ്പ് MLAയെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായി ആദ്യം പ്രഖ്യാപിച്ച PK ഹരികുമാറിനെ പരിഗണിക്കണമെന്ന നിർദ്ദേശവും സജീവമാണ്. മണ്ഡലത്തിൽ ക്രൈസ്തവ വോട്ടർമാർക്കുള്ള സ്വാധീനം കണക്കിലെടുത്ത യുവനേതാവ് ജെയ്ക്സി തോമസും പരിഗണനാ പട്ടികയിലുണ്ട്. 1984 സുരേഷ് കുറുപ്പ് ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളമാകെ വലിയ രൂപത്തിലുള്ള റോളുകളൊക്കെ ഉണ്ടായപ്പോഴും ഇവിടുന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. പിന്നീട് കുറുപ്പ് പല പ്രാവശ്യം ഇവിടുന്ന് ജയിച്ചു. 2004 18 സീറ്റും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുണ്ടെങ്കിൽ ലഭിക്കുമ്പോൾ കോട്ടയം സീറ്റും അതിലുൾപ്പെടെ വന്നിരുന്നു. ജോസ് കെ മാണി ലോക്സഭാംഗത്വം രാജിവെച്ച് രാജ്യസഭയിലേക്ക് പോയത് മുഖ്യ പ്രചാരണ വിഷയമാക്കാനാണ് ഇടതുമുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസും തമ്മിൽ താഴെത്തട്ടിൽ നിലനിൽക്കുന്ന ഭിന്നത മുതലെടുക്കാമെന്നും CPM കണക്കുകൂട്ടുന്നു. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ LDF ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നു. സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാനാണ് യോഗത്തിന്റെ ധാരണ. KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.